ശരിക്കും വേടൻ എന്ന പേരാണോ വനംവകുപ്പിനെ പ്രകോപിപ്പിച്ചതെന്ന് അറിയില്ല. ശരിക്കും പുലിയെയും നരിയെയും ഒക്കെ വേട്ടയാടുന്നവനാണ് ഈ പാട്ടുകാരനെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കരുതി കാണുമോ എന്നും പറയാനാവില്ല. വേടന്റെ പാട്ടുകളും അതിന് കിട്ടുന്ന വമ്പൻ ജനപ്രീതിയും തന്നെയാണ് സത്യത്തിൽ പ്രകോപനമായിട്ടുള്ളത്. കുറച്ച് അമ്മാവൻ സിൻഡ്രോമും വർക്കായിട്ടുണ്ടാവണം. കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും എന്നൊക്കെ പാട്ടെഴുതി പാടിയിട്ടുണ്ട് വേടൻ. ഏതായാലും 2 ദിവസം ആ കലാകാരനെ പരമാവധി ദ്രോഹിക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞു. കൂട്ടിലിട്ട മൃഗത്തെ പോലെ കൊണ്ടു നടന്ന് പ്രദർശന വസ്തുവാക്കാനും സാധിച്ചു. കാട്ടാന കൊലപാതകങ്ങൾ ആവർത്തിക്കുമ്പോൾ, അതിൽ ജനരോഷം ഉയരുമ്പോൾ ഞങ്ങൾക്ക് വണ്ടിയില്ല എന്ന് പരിതപിക്കുന്ന വനംവകുപ്പിന് വേടനെ കൊണ്ടു നടത്താൻ ആവശ്യത്തിന് വണ്ടിയുണ്ട്, ഇടമുണ്ട്. ഇടത്തും വലത്തും കൂച്ചിക്കെട്ടി പിടിച്ചുകൊണ്ടു പോകാൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പ്രതിസ്ഥാനത്ത് സമാന ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുന്ന RDX ആവർത്തിക്കുന്നു. ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുന്ന മറ്റു പ്രശസ്തരായവർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നോ സമീപനം? വേടന്റെ ഇന്നത്തെ പ്രതികരണം പ്രതിധ്വനിക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ 2 നീതിയാണ് എന്ന്. അതിൽ ജാതിയുണ്ടെന്ന് കൂടി RDX കൂട്ടിച്ചേർക്കുന്നു.